ബിൽഡ് ഓൺ എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ എത്തിയത് തന്നെ അതായത് ബിൽഡ് ഓൺ നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാം, അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ബിൽഡ് ഓൺ എന്നുള്ള പേര് തന്നെ. നമ്മൾ കസ്റ്റമൈസേഷനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവൻ പ്ലാനുകളിൽ മാത്രമൊന്നുമല്ല, ഇവൻ അതിനകത്തുള്ള പ്രൊഡക്റ്റുകൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിനകത്തും ഒക്കെ കസ്റ്റമൈസേഷൻ. അപ്പം ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന സാധനം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല. ആൾക്കാർക്ക് ഇപ്പം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യാം. നമ്മളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ബ്രാൻഡ് ആണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പോലുള്ള കൺസ്ട്രക്ഷൻ എനിവേ നമ്മളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അത് സപ്ലൈ ചെയ്യാനുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ശരിക്കും പള്ളിക്കര ജംഗ്ഷനിൽ നിന്നാണ്, പള്ളിക്കര റോഡ് എന്നല്ല നമ്മൾ പറഞ്ഞത്, പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് 115 മീറ്റേഴ്സാണ് ഈ പ്രൊജക്ടിൻ്റെ എൻട്രൻസ്. വേറൊരു കൈൻഡ് ഓഫ് പറയുകയാണെങ്കിൽ ഈ പ്രൊജക്ടിൻ്റെ എൻട്രൻസിൽ നിന്നാൽ നമുക്കൊരു പക്ഷേ പള്ളിക്കര ജംഗ്ഷനിൽ ആ മെയിൻ റോഡ്, ആ സ്റ്റേറ്റ് ഹൈവേ കാണാം. അത്രമാത്രം അടുത്താണ്. പിന്നെ ഈ പ്രൊജക്ടിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഇത് അത്യാവശ്യം നല്ലൊരു ഹില്ലിലാണ് പ്രൊജക്ട് നിൽക്കുന്നത്. ടൗണിനോട് ഇത്ര അടുത്താണെങ്കിലും ഇത് നല്ലൊരു ഹില്ലിലാണ് ഈ പ്രൊജക്ട് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ ഓരോ വെരി വൈഡ് ഓപ്പൺ വ്യൂസ് ഉണ്ട്, നല്ല ഹിൽ വ്യൂ ഉണ്ട് ഒപ്പം തന്നെ. അപ്പോൾ ഇതിന് ആർക്കിടെക്ചർ സെറ്റ് ചെയ്തേക്കുന്ന ഓരോ വില്ലയിൽ നിന്നും നമുക്ക് ഈ വൈഡ് ഓപ്പൺ വ്യൂ ഈ ഹില്ലുകളും ഒക്കെ കാണാവുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിന് ആർക്കിടെക്ചർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പം ബിൽഡോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈയിടെ റെറയുടെ സൈറ്റിൽ നിന്ന് ഡേറ്റ വില്ല പ്രോജക്റ്റ് ചെയ്തവർ ഡേറ്റാസ് ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില്ല പ്രോജക്റ്റുകൾ ഇപ്പോൾ ചെയ്യുന്നത് ബിൽഡോണാണ്. അപ്പോൾ നമുക്ക് 6 ഓൺഗോയിങ് പ്രൊജക്ട്സിലായിട്ട് 189 യൂണിറ്റ്സ് ആണ് നമുക്കിപ്പം ട്രിവാൻഡ്രം കൊച്ചിയുമായിട്ട് നടക്കുന്നത്. ഹായ് സർ. ഹായ് നിമി. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് സാറ് നമ്മുടെ കൂടെ ഒരു വ്ളോഗിൽ വരുന്നത്. ഇപ്പം ഈ ബിൽഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രാൻഡ് എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ എവിടെ നോക്കിയാലും നമ്മുടെ ആ ഒരു ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം. കൊച്ചിയിലെ മേജർ സ്പോട്സിലൊക്കെ നമുക്ക് വില്ല പ്രോജക്ട്സും ഉണ്ട്. ഒരു 7 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 8 വില്ല പ്രോജക്ട്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു 7 വർഷം കൊണ്ടൊക്കെ അത്രയും ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വലിയ കാര്യമാണ്. എസ്പെഷ്യലി സാർ ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബിൽഡർ ആയൊരു വ്യക്തിയാണ്. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ലോഞ്ച് ആയിട്ടുള്ള നമ്മുടെ ദി വേവ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ല പ്രോജക്റ്റിന്റെ വിശേഷങ്ങളാണ് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സാർ ആദ്യമായിട്ട് വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു പ്രൊഫൈലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് സാർ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്തിയത്? കാരണം ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും നാൾ വർക്ക് ചെയ്തിട്ട് വളരെ സക്സസ്ഫുള്ളായൊരു ബിൽഡറായിട്ട് സാർ എങ്ങനെ ഇപ്പം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊഫൈലും കാര്യങ്ങളും നോക്കിയാലോ? താങ്ക് യു നിമി, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. എൻ്റെ പേര് രഞ്ജിത് കുമാർ. ഞാൻ എറണാകുളം കാക്കനാട് സെറ്റിൽഡ് ആണ്. ഞാൻ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് റിയൽ എസ്റ്റേറ്റിലേക്ക് ബിൽഡറായത്. ശരിക്കും കൺസ്ട്രക്ഷൻ എൻ്റെ ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ ഫാമിലി ബിസിനസ് എന്ന് പറയുമ്പം ഒരു പാരമ്പര്യമായിട്ടുള്ള ഉണ്ടെന്ന് തന്നെ പറയാം. ഗ്രാൻഡ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരു വലിയ കോൺട്രാക്ടറോ ബിൽഡറോ അങ്ങനെ ഒരാളല്ല. ആള് നാട്ടിലെ സിവിൽ വർക്കുകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ഫാദറിന്റെ സ്ഥലം പത്തനംതിട്ടയാണ്, തിരുവല്ല അടുത്ത്. ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ ആളെ അറിയപ്പെടുന്നത്, ആളുടെ പേര് നാരായണൻ എന്നാണെങ്കിലും നാരായണൻ മേസ്ത്രി എന്നാണ് ആളെ അവിടെ അറിയപ്പെടുന്നത്. പിന്നീട് ഫാദറിന്റെ കാലഘട്ടത്തിൽ അത് കോൺട്രാക്ട് ബിസിനസ്സിലേക്ക് വന്നു. പിന്നെ ഞാൻ ഇതിലേക്ക് എത്തുന്നത് ശരിക്കും ഫാദറിന്റെ മരണശേഷമാണ്. ഞങ്ങൾ 3 ബ്രദേഴ്സാണ്. അപ്പോൾ അതിൽ യങ്ങർ ബ്രദർ ഫാദറിന്റെ കൂടെ വർക്കിൽ അസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സമയങ്ങളിൽ. അപ്പം ഫാദർ മരിച്ചതിന് ശേഷം നമുക്ക് കുറേയധികം ഓൺഗോയിങ് വർക്കുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഓക്കെ. അപ്പോൾ ആ വർക്കുകളൊക്കെ ഞാനും ബ്രദറും കൂടെ ആ സമയത്ത് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുമ്പം അന്ന് ആൾക്കാർക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട്. അപ്പം നമ്മളത് ചെയ്യുന്നു. അപ്പം ഫാദറിന്റെ മരണം പെട്ടെന്ന് സംഭവിച്ചതാണ്. ഒരു കാർഡിയാക് അറസ്റ്റ് ആയിട്ട് പെട്ടെന്ന് മരണം സംഭവിച്ചതാണ്. അപ്പം പെട്ടെന്ന് നമ്മളത് ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ഫാദറായിട്ട് കമ്മിറ്റ്മെന്റ്സ് ഉള്ളതാണ്, നമുക്കത് എന്തായാലും തീർത്തേ പറ്റുള്ളൂ. ആ സമയത്ത് ഞാൻ ഇൻഫോ പാർക്കിൽ EBA എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്കിംഗ് ആണ്. പക്ഷെ ഞാൻ നാട്ടിലോട്ട് ഫ്രീക്വന്റ് ട്രാവൽ ചെയ്യുമായിരുന്നു, ബ്രദറും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ വർക്കുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ്. ഈ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നമ്മളോട് ചോദിക്കുന്നുണ്ട് ആൾക്കാർ, ഇത്രയും വർഷമായിട്ട് ഇപ്പം എൻ്റെ നാടിനെ സംബന്ധിച്ച് ഒരുപാട് വർക്കുകൾ, നല്ലൊരു പേഴ്സൻറ്റേജ് വർക്കുകൾ ഫാദറും ഗ്രാൻഡ് ഫാദറും ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കൂടെ എന്നുള്ള ക്വസ്റ്റ്യൻ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കൂടെ എന്നൊരു തോട്ട് നമുക്ക് തീർച്ചയായിട്ടും ചെറുപ്പം തൊട്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പം തൊട്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ സിവിലും സിവിൽ പരമായ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ IT കൂടുതലും വർക്ക് ചെയ്തത് ടെക്നോപാർക്ക് കഴക്കൂട്ടവും ഇൻഫോ പാർക്ക് കൊച്ചിയുമാണ്. നമുക്കറിയാം, ഇത് 2 മേജർ IT ഹബ്സ് ആണ് കേരളത്തിലെ. ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വില്ല പ്രോജക്റ്റുകൾ കേരളത്തിൽ നടക്കുന്നതും ഈ ലൊക്കേഷനിലാണ്. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കൊണ്ട് നമുക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ
ശരിക്കുള്ള റെസിഡൻഷ്യൽ റിക്വയർമെന്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്താണ് ഒരു വില്ല പ്രോജക്റ്റിൽ നിന്ന് ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് എന്താണ്, അല്ല അതിൽ നിന്ന് എന്താണ് ആൾക്കാർ അതിൽ നിന്ന് കിട്ടാൻ ആഗ്രഹിക്കുന്നത്, അല്ല നല്ലൊരു ലിവിങ് സ്പേസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ആൾക്കാരുടെ ശരിക്കുള്ള എന്താ പറയുക കസ്റ്റമർ പെർസ്പെക്റ്റീവും വ്യൂവും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് കോപ്പറേറ്റീവ് വർക്ക് ചെയ്യുന്ന നമുക്ക് അവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്ലസ് നമുക്ക് ഇങ്ങനെ ഒരു ലെഗസിയും എക്സ്പീരിയൻസും ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ആൾക്കാരുടെ നീഡുകൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ആ നീഡുകൾക്കനുസരിച്ച് പ്ലോട്ടുകൾ ചൂസ് ചെയ്യാനും നല്ല ഡിസൈൻസ് കൊണ്ടുവരാൻ പറ്റി. ഒപ്പം തന്നെ ആ ഡിസൈൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി, അതിനെ നന്നായിട്ട് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റി. ഇതൊക്കെയാണ് ബിൽഡോണിന്റെ റിയൽ സക്സസ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പം ബിൽഡോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈയിടെ റെറയുടെ സൈറ്റിൽ നിന്ന് ഡാറ്റ വില്ല പ്രോജക്റ്റ് ചെയ്തവർ ഡാറ്റാസ് ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില്ല പ്രോജക്റ്റുകൾ ഇപ്പോൾ ചെയ്യുന്നത് ബിൽഡോണാണ്. അപ്പോൾ നമുക്ക് 6 ഓൺഗോയിങ് പ്രൊജക്ട്സിലായിട്ട് 189 യൂണിറ്റ്സ് ആണ് നമുക്കിപ്പം ട്രിവാൻഡ്രം കൊച്ചിയുമായിട്ട് നടക്കുന്നത്. അത് ശരിക്കും പറഞ്ഞൊരു നല്ല ഡാറ്റയാണ് അല്ലേ. പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഈ ബിൽഡോണിന്റെ പ്രോജക്ട്സ് കൂടുതലും ഇപ്പോൾ നമ്മുടെ ഒരു ഇൻഫോ പാർക്കിന്റെ ഒരു മേജർ ഏരിയാസിലാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ആ ഒരു മെയിൻ ഏരിയയിലൊക്കെ ഈ ലാൻഡ് ഇത്രയും നമുക്ക് കിട്ടുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ കുറെ ഇപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്ത മേജർ പ്രൊജക്ട്സുകൾ ഇൻഫോ പാർക്കിന് വളരെ അടുത്ത് തന്നെയാണ്. ചെറുതൊക്കെ വോക്കബിൾ ഡിസ്റ്റൻസിലും അങ്ങനെ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്തൊക്കെയാണ് ഈ പ്രൊജക്റ്റുകളൊക്കെ. അത് ശരിക്കും അവിടെയുള്ളൊരു പനിക്കലോടി എന്നൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് യാദൃശ്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്തതാണ്. പക്ഷെ അവരുടെ ലാൻഡുകളിലാണ് നമ്മുടെ മേജർ പ്രൊജക്റ്റുകളൊക്കെ നടക്കുന്നത്. തെങ്ങോട് ഈ പറഞ്ഞ ഇൻഫോ പാർക്ക് കാക്കനാട് ഏരിയയിലൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു റെപ്യൂട്ടർ ഫാമിലിയാണ് അവർ. അപ്പോൾ പനിക്കലോടി സുരേഷ് എന്ന് പറഞ്ഞ ആളാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ആളുടെ മകനുണ്ട് ജോർജ് നമ്മുടെ ബിസിനസ്സിൽ ഇപ്പം ഉണ്ട്. അപ്പം അവരുടെ ഉള്ള പാർട്ണർഷിപ്പിൽ നടക്കുന്ന ബിസിനസ് പ്രൊജക്റ്റുകൾ ആയതുകൊണ്ടാണ് ഇത്രയും പോയിട്ടുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഒപ്പം തന്നെ ഈ ഇൻഫോ പാർക്കിന്റെ ഇത്രയും ക്ലോസ് ആയിട്ട് പ്രോജക്റ്റുകൾ കിട്ടുന്നത് അവരുടെ കസിൻസിന്റെ ലാൻഡുകളും അവരുടെ ഫാമിലി ലാൻഡുകളൊക്കെയാണ്. കാരണം നിങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്ത് വളരെ സക്സസ്ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ലാൻഡ് ഓണർക്കും എനിക്ക് തോന്നുന്നു ഒരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പല പ്രോജക്റ്റുകൾ അങ്ങനെയാണ് ലാൻഡ് ഓണേഴ്സിനെ കണക്ട് ചെയ്തതാണ്. ഒരു ലാൻഡ് ഓണറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നു, അവരുടെ കസിൻസിന്റെ എല്ലാ ഫാമിലി. അപ്പോൾ ഇവരെ ഈ പനക്കലോട് ഇവരുടെ ഫാമിലിയെ സംബന്ധിച്ച് ഇവരുടെ ഫാമിലിയാണ് അവിടെ മേജർ ലാൻഡ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇവരുമായിട്ട് ചെയ്ത പ്രൊജക്റ്റുകളിലൊക്കെ അവർ ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാണ്. അതുകൊണ്ട് ആ ഒരു സിസ്റ്റം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോവാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ 8 years ഇത്രയധികം പ്രോജക്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന്റെ വൺ ഓഫ് ദി മേജർ റീസൺ ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞ സാറിന്റെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് ഒരു നല്ലൊരു ജേർണി ആയിരുന്നു. കാരണം ആ ഒരു ബാക്ക്ഗ്രൗണ്ടും പാഷനീന്നൊക്കെ ഒരു കോർപ്പറേറ്റ് ആ ഒരു ഇതിൽ നിന്ന് മാറി ഒരു ബിൽഡർ ഇൻഡസ്ട്രിയിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജേർണി ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഏറ്റവും പുതിയ ലോഞ്ച് കൊച്ചിയിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് നമ്മുടെ ഈ ഒരു വേവ് കാസിൽ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. പള്ളിക്കരയാണ് അതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 3.25 ഏക്കറിൽ 35 വില്ല വരുന്ന പ്രോജക്റ്റ് അല്ലേ. അതിൻ്റെ ഒരു ഡിസൈൻ തൊട്ടൊരു പ്രത്യേക രസമുണ്ട്. ഒരു വേവ് സ്റ്റൈലിലാണ് അതിൻ്റെ ഡിസൈനൊക്കെ വരുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ ഒന്ന് ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിൽഡോണിനെ സംബന്ധിച്ച് നമ്മൾ ഓരോ പ്രൊജക്റ്റുകളും യൂണീക്കായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ലാൻഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ വരുന്ന വില്ലയുടെ എലിവേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഓവറോൾ ആർക്കിടെക്ചർ സ്റ്റൈല്, ഇതൊക്കെ നമ്മൾ റിയലി ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. നമുക്ക് ഇൻഹൗസ് ആർക്കിടെക്ട്സും ഉണ്ട്, പുറത്തുനിന്നുണ്ട്. പക്ഷെ പുറത്തുനിന്നുള്ള ആർക്കിടെക്ട്സിനേക്കാൾ കൂടുതൽ നമ്മൾ ഡിസൈനുകൾ എപ്പോഴും ഇൻഹൗസിലാണ് നമുക്ക് കൂടുതൽ ഡിസൈൻ നടക്കുന്നത്. ഇവൻ ഞാനും നന്നായിട്ട് പുതിയ പ്രോജക്റ്റ് വരുന്ന സമയത്ത് ഇവൻ 2-3 മാസങ്ങൾ നമ്മൾ ഇതിനു വേണ്ടി എഫോർട്ട് ഇട്ട് മെനക്കെടാറുണ്ട് ശരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇപ്പം നമ്മുടെ ബ്രോഷേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവൻ ഈ ഇതിൻ്റെ ആംബിയൻസും ആർക്കിടെക്ചറും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനും സൈറ്റുകളിൽ പോയി നമ്മൾ ഇപ്പോൾ വൺസ് ആംബിയൻസും അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് ആർക്കെങ്കിലും വിട്ടുകൊടുത്താൽ ഇത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആംബിയൻസ് കിട്ടില്ല. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇതിൻ്റെ പുറകെ എന്താ പറയുക, ഇപ്പം തുറന്നു പറഞ്ഞാൽ പിള്ളേരെ വളർത്തുന്നത് എങ്ങനെയാണോ, പിള്ളേരെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണോ, അങ്ങനെ തന്നെ നമ്മൾ ഇതിന്റെ ഇൻവോൾവ് ആയിരിക്കും. ശരിക്കും ടോട്ടലി മെനക്കെട്ടാലേ ഈ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വേവ് കാസിൽ എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഇൻസ്പയർഡ് ആർക്കിടെക്ചറാണ്. എന്ന് വെച്ചാൽ ഇവൻ അതിന്റെ ഗേറ്റ് വേവ്സ് ആണ്, കോമ്പൗണ്ട് വാള്, ഗാർഡൻ സ്പേസ്. ഇവൻ വില്ലയിൽ പോലും ഇപ്പൊ വില്ലയിലെ വേവിന്റെ ആർക്കിടെക്ചർ കൊണ്ടുവരുമ്പോൾ കോസ്റ്റ്ലിയാണ്. കാരണം സ്ട്രൈറ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പോലെ അല്ല. ചരിവുകളും തിരിവുകളും ഒക്കെ വരുമ്പോൾ നമുക്ക് അത് ബിൽഡ് ചെയ്തെടുക്കാൻ സമയങ്ങളും ഒക്കെ വേണം. പക്ഷെ എങ്കിലും നമ്മൾ അത് ഒരു വേവ് ആർക്കിടെക്ചർ ടോട്ടലി നമ്മൾ കൊണ്ടുവന്നത് ആ ഒരു വേവ്സിന്റെ ഭംഗിയൊക്കെയാണ്. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ശരിക്കും പള്ളിക്കര ജംഗ്ഷനിൽ നിന്നാണ്, പള്ളിക്കര റോഡെന്നല്ല നമ്മൾ പറഞ്ഞത്, പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് 150 meters ആണ് ഈ പ്രൊജക്ടിന്റെ എൻട്രൻസ്. വേറൊരു കൈൻഡ് ഓഫ് പറയുകയാണെങ്കിൽ ഈ പ്രൊജക്ടിന്റെ എൻട്രൻസിൽ നിന്നാൽ നമുക്കൊരു പക്ഷേ പള്ളിക്കര ജംഗ്ഷൻ അല്ലെങ്കിൽ ആ മെയിൻ റോഡ്, ആ സ്റ്റേറ്റ് ഹൈവേ കാണാം. അത്രമാത്രം അടുത്താണ്. പിന്നെ ഈ പ്രൊജക്ടിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ഹില്ലിലാണ് പ്രൊജക്ട് നിൽക്കുന്നത്. ടൗണിനോട് ഇത്ര അടുത്താണെങ്കിലും ഇത് നല്ലൊരു ഹില്ലിലാണ് ഈ പ്രൊജക്ട് നിൽക്കുന്നത്. അപ്പം ഇതിന്റെ ഓരോ വെരി വൈഡ് ഓപ്പൺ വ്യൂസ് ഉണ്ട്, നല്ല ഹിൽ വ്യൂ ഉണ്ട് ഒപ്പം തന്നെ. അപ്പോൾ ഇതിന് ആർക്കിടെക്ചർ സെറ്റ് ചെയ്തേക്കുന്ന ഓരോ വില്ലയിൽ നിന്നും നമുക്ക്
ഈ വൈഡ് ഓപ്പൺ വ്യൂവും ഈ ഹില്ലുകളും ഒക്കെ കാണാവുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിന് ആർക്കിടെക്ചർ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ വേവ് കാസിൽ എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് അതിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം പള്ളിക്കര ജംഗ്ഷനിൽ 150 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അപ്കമിങ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് വരുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 3.25 ഏക്കറിൽ നമുക്ക് 35 വില്ലേ വരുന്നുള്ളൂ എന്നാണ് സർ പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു കുറച്ച് നല്ല രീതിയിൽ ഓപ്പൺ ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? യെസ്, നമുക്ക് ഈ 3.25 ഏക്കറിനകത്ത് 1 ഏക്കറോളം സ്പേസ് ഓപ്പൺ സ്പേസ് ആണ്. അത് പിന്നെ അതുകൊണ്ട് റോഡുകൾക്കൊക്കെ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ 1 ഏക്കറോളം ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ട് റോഡുകൾക്കൊക്കെ നമുക്ക് നല്ല വിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മെയിൻ റോഡൊക്കെ 7 മീറ്റേഴ്സ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് 5 സെന്റാണ് ലാൻഡ്. 5 സെന്റ് മിനിമം 5 സെന്റ് താഴെ ലാൻഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറില്ല. അപ്പോൾ ഒരു ലാൻഡ് എക്സ്റ്റെൻഡ് ഒരുപാട് വില്ലകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ ലക്ഷറി എന്നുള്ള ഫീൽ നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മളിപ്പോൾ 5 സെന്റ് ആൻഡ് എബോ ആണ് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു 1.30 ഓൺവേർഡ്സ് ആണ് ഇതിന്റെ പ്രൈസിംഗ് വരുന്നത്. അതെനിക്ക് ലോഞ്ച് ഓഫർ ആണ് അല്ലേ? തീർച്ചയായിട്ടും ലോഞ്ച് ഓഫർ ആണ്. നമ്മുടെ പ്രോജക്റ്റുകളെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്ക് IT ബന്ധപ്പെട്ടാണ് നമ്മൾ കൂടുതലും സെല്ലിംഗ് നടക്കുന്നത്. അപ്പോൾ എവിടെ നമ്മൾ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്താൽ ഒരു 30-40% നമുക്ക് ബുക്കിംഗ് ഉണ്ടാവും. റെഫറൻസിലൊക്കെ ആണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്തവരും അവിടുന്ന് വരുന്ന കണക്ട് ചെയ്യുന്ന റെഫറൻസുകളൊക്കെ ആയിട്ടാണ് ഇത് ലോഞ്ച് ഓഫർ ആയിട്ടാണ് നമ്മൾ 1.30 കൊടുക്കുന്നത്. നമുക്ക് മിനിമം വില്ലയുടെ സ്ക്വയർ ഫീറ്റ് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? 2000 സ്ക്വയർ ഫീറ്റ് ആണ്. ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള പോർഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻസൈഡ് ആർക്കിടെക്ട്സ് ഉള്ളതുകൊണ്ട് അല്ലേ നമുക്ക് അതൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഇൻസൈഡ് നമുക്ക് നല്ലൊരു ആർക്കിടെക്ചർ ടീം തന്നെയുണ്ട്. നിലവിൽ നമുക്ക് ഫ്രണ്ട് എലിവേഷൻ മാത്രം യൂണീക്ക് ആയിട്ട് നിർത്തിയിട്ട് ഇൻസൈഡ് കസ്റ്റമൈസ് ചെയ്യാനുള്ള പോർഷൻസ് ലോഞ്ച് ടൈമിലൊക്കെ നമുക്ക് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വില്ല പ്രോജക്റ്റുകൾ ഞങ്ങൾ ഏകദേശം ഒരേപോലെ തന്നെയാണ് കംപ്ലീഷൻ ചെയ്യുന്നത്. 2 ഫേസ് ആയിട്ടാണ് ഈ പ്രോജക്റ്റ് പോകുന്നത്. ഫസ്റ്റ് ഫേസ് തീർന്നെങ്കിൽ മാത്രമേ സെക്കൻഡ് ഫേസിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് ഫേസിന്റെ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യില്ല. അപ്പം ഒരു സെറ്റ് ഓഫ് കസ്റ്റമൈസിനെ സെല് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്യണം. ഞങ്ങൾ തന്നെ. അപ്പം അവിടെ കസ്റ്റമൈസേഷൻസ് ഉള്ള സ്കോപ്പ് ഇല്ല. അപ്പം പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 1.30 എന്നുള്ള ഓഫറും ഉണ്ട്, പ്ലസ് കസ്റ്റമൈസേഷൻ ഉള്ള പ്രൊവിഷൻസും ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ പേര് തന്നെ അങ്ങനെയാണ് വരുന്നത്, ബിൽഡ് ഓൺ. ബിൽഡ് ഓൺ എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ എത്തിയത് തന്നെ അതായത് ബിൽഡ് ഓൺ നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാം, അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ബിൽഡ് എന്നുള്ള പേര് തന്നെ. നമ്മൾ കസ്റ്റമൈസേഷനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവൻ പ്ലാനുകളിൽ മാത്രമൊന്നുമല്ല, ഇവൻ അതിനകത്തുള്ള പ്രൊഡക്റ്റുകൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിനകത്തും ഒക്കെ കസ്റ്റമൈസേഷൻ. അപ്പം ഇന്ന ബ്രാൻഡിന് ഇന്ന സാധനം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ആൾക്കാർക്ക് ഇപ്പം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യാം. നമ്മളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ബ്രാൻഡ് ആണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് അവരുടെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പോലുള്ള കൺസ്ട്രക്ഷൻ എനിവേ നമ്മളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അത് സപ്ലൈ ചെയ്യാനുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആൾക്കാർക്ക് പെയിന്റിന്റെ കളറുകൾ മാറ്റുന്നതിനകത്തോ അതിന്റെ തീമുകൾ മാറ്റുന്നതിനകത്തോ ഒക്കെ യാതൊരുവിധ പ്രശ്നങ്ങളില്ല. അവർക്ക് ചെയ്യാം. നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിന്റെ എക്സ്പെർട്ടുകളാണ്. ഇത്രയധികം ബിൽഡിങ്ങുകൾ നമ്മൾ ഓരോ വർഷവും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ്. ലാസ്റ്റ് ഇയർ ബിൽഡ് ഓൺ 52 വില്ലാസ് ആണ് ഹാൻഡ് ഓവർ ചെയ്തത് കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം. അപ്പോൾ ഇത്രയും ബിൽഡിങ്ങുകൾ ഹാൻഡ് ഓവർ ചെയ്തതിന്റെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഒക്കെ നമുക്കുണ്ട്. അത് കസ്റ്റമറോട് നമ്മൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊരു വേറൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് ലിവിംഗ് സ്പേസ് ആൻഡ് ലിവിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനിയിപ്പോ നമുക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിന്റെ മേജർ അമ്യൂണിറ്റീസ് നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? നമുക്ക് 30+ അമ്യൂണിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഇൻഫോ പാർക്കിലൊക്കെ ചിലപ്പോഴും കുട്ടികളുണ്ടാവും, ഒരു 35 to 45 ആ ഒരു ഏജ് ഓഫ് കാറ്റഗറികൾ ആൾക്കാരാണ് എപ്പോഴും വില്ലുകൾ മേടിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് എപ്പോഴും ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഉണ്ടാവും എല്ലാ പ്രോജക്റ്റുകളും. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു സ്പേസ് ഇതിനകത്ത് പ്ലേ ഏരിയയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 3.75 ഏക്കേഴ്സ് 1 ഏക്കറോളം സ്പേസ് ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ അതിനകത്ത് നല്ലൊരു സ്പേസ് പ്ലേ ഏരിയ ഉണ്ട്. ഒരു 150 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ക്ലബ് ഹൗസ് ഉണ്ട് നമുക്ക്. പിന്നെ ബാഡ്മിന്റൺ കോർട്ട്. അപ്പം നമ്മൾ ബാഡ്മിന്റൺ കോർട്ട് 2 ബാഡ്മിന്റൺ കോർട്ട് ഉണ്ട്. ലേഡീസിന് എക്സ്ക്ലൂസീവായ ബാഡ്മിന്റൺ കോർട്ട് നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്യൂണിറ്റീസ് എല്ലാം തന്നെ ഒരു പ്രീമിയം ലൈഫ് സ്റ്റൈലിന് ആവശ്യമുള്ള എല്ലാ അമ്യൂണിറ്റീസും എല്ലാം കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ഏത് പ്രോജക്റ്റിലേക്ക് വന്നാലും എൻട്രൻസ് ഏരിയ എപ്പോഴും നമ്മൾ വേക്കൻ്റ് ആയിരിക്കും. അങ്ങനെ പ്രൊജക്റ്റിലേക്ക് എൻട്രി ചെയ്യുന്ന ഏരിയയിൽ നമ്മൾ അങ്ങനെ വില്ലകൾ ചെയ്യിക്കാറില്ല. അവിടെയാണ് നമ്മൾ കൂടുതൽ ഓപ്പൺ സ്പേസും ഫിഷ് പോണ്ടുകൾ അങ്ങനെയുള്ള അമ്യൂണിറ്റീസ് ഒക്കെ പോകുന്നത്. അപ്പം ഒരു എന്താ പറയുക, ഒരു കയറി വരുമ്പോൾ തന്നെ ഒരു വില്ല വന്ന് കമ്മ്യൂണിറ്റി മൊത്തം അടഞ്ഞു പോയ ഫീലുകൾ നമ്മൾ വരുത്താറില്ല. എൻട്രൻസിലെ പ്ലോട്ടുകൾ എപ്പോഴും വേക്കൻ്റ് ആയിരിക്കും. അത് നമ്മൾ കോമൺ ഏരിയ ആയിരിക്കാം. അവിടുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വില്ലയും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വില്ലയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഈ വില്ലകൾ അങ്ങനെ ചെയ്യുന്നതിന് പോലും നമുക്കിപ്പം നമ്മൾ കസ്റ്റമറോട് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ലാൻഡായിട്ടൊന്നും സെല് ചെയ്യാറില്ല. ഒരു വില്ലയിൽ ഞങ്ങൾ ലാൻഡ് സെല് ചെയ്യാറില്ല. എല്ലാം നമ്മൾ വില്ലയായിട്ട് തന്നെ നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പം അതിനകത്ത് തന്നെ നമ്മൾ പറയാറുണ്ട് എല്ലാ വീടുകളും 4 മീറ്റേഴ്സ് മെയിൻ നോർമൽ സെറ്റ് ബാക്ക് 3 മീറ്റേഴ്സ്. പക്ഷേ 4 മീറ്റേഴ്സിന്റെ ബാക്കിലേക്ക് എല്ലാ വീടുകളും ഇരിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കോർണറിൽ വരുന്ന വീടുകളുണ്ട്. കോർണറിലൊക്കെ വരുന്ന വീടുകൾ ചിലപ്പോൾ നമ്മൾ കഴിവ് ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്യാറുള്ളൂ. കാരണം അതിനകത്ത് ആ ഒരു കോർണറിന് എന്തെങ്കിലും സ്റ്റൈലുകൾ മൊത്തം തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന
സ്റ്റൈലുകൾ വേണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റൈലുകളൊക്കെ പ്രൊവൈഡ് ചെയ്താണ് നമ്മളെപ്പോഴും ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ നമുക്കിപ്പം ഇതെന്നൊക്കെ പറഞ്ഞ ഒരു നൈറ്റ് വാക്ക് എക്സ്പീരിയൻസ് ആണ്. റിസോർട്ടിലൊക്കെ നടക്കുന്ന പോലെ നമുക്ക് നൈറ്റ് നല്ല ലൈറ്റ് ആംബിയൻസ് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ നൈറ്റ് ആംബിയൻസ്, ഇതിന്റെ ഗാർഡൻ സ്പേസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ സ്ക്വയർ റേറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട ഗാർഡൻ സ്പേസും അങ്ങനെയുള്ള നമ്മുടെ മൊത്തത്തിലുള്ള ആംബിയൻസിനെ അത് ബാധിക്കും. യെസ്, അങ്ങനെ തീമുകളൊക്കെ അവർ സെറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മൊത്തം ടോട്ടൽ ആംബിയൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കിട്ടില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു യുണീക്ക് ആംബിയൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നൈറ്റിലാണ് എപ്പോഴും വില്ല പോയിട്ടുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നൈറ്റിലാണ് വില്ല പോയിട്ടുള്ളത്. ഒരേ ലൈറ്റുകളാണ്, ഒരേ ഗാർഡൻ സ്പേസുകളാണ്. നൈറ്റിൽ ഇതിലൊക്കെ നടക്കുക എന്ന് പറഞ്ഞ വേറൊരു ഫീലാണ്. നമ്മൾ ബിൽഡോണിൻ്റെ വില്ല പ്രോജക്റ്റുകളിൽ നമുക്ക് യുണീക്ക് ഫാക്ടേഴ്സ് കുറേ അധികം ഉണ്ട്. എങ്കിൽ നമ്മുടെ ഡിസൈൻസ് ആണ്. നമുക്ക് ഫ്രണ്ട് എലിവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശരിക്കും ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടാണ് നമ്മൾ ഓരോ വീടുകളുടെയും ഓരോ വില്ല പ്രോജക്റ്റുകളുടെയും ഫ്രണ്ട് എലിവേഷൻസ് ഡിസൈൻ ചെയ്യുന്നത്. നോർമലി വില്ല പ്രോജക്റ്റുകളുടെ എലിവേഷൻസ് ആൾക്കാർ അങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു കണ്ടംപററി ലുക്കിലാണ് ആൾക്കാർ അങ്ങ് ചെയ്തു പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളതിനെ ശരിക്കും ഒരു പുതിയ കോൺസെപ്റ്റുകളും പുതിയ ഡിസൈൻസുകളാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോ ഡിസൈൻസ് വരുമ്പോഴും നമ്മൾ തന്നെ അതിനെ ഭയങ്കരമായി എൻ്റർടൈൻ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വളരെ സമയങ്ങൾ ഓരോ പ്രോജക്റ്റുകളുടെ ഡിസൈനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമുക്കൊരു സെപ്പറേറ്റ് ടീം തന്നെ വർക്ക് ചെയ്യുന്നു. പുതിയ പ്രോജക്റ്റുകൾ വരുമ്പോഴല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഡിസൈൻസുകൾ എവിടെ കണ്ടാലും നമ്മൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ആർട്ടിക് മെന്റാലിറ്റി എന്ത് ചെയ്താലും വില്ല പ്രോജക്റ്റുകൾ എന്ത് ചെയ്താലും ഒരു ആർട്ടിക് മെന്റാലിറ്റി ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് ക്ലബ് ഹൗസ് ചെയ്താലും റോഡുകൾ ചെയ്താലും എന്ത് ചെയ്താലും നമ്മളതിനെ അതൊരു കോസ്റ്റ് എന്നുള്ള അവിടെ സെക്കൻഡറിയാണ്. കോസ്റ്റിന് അല്ലെങ്കിൽ ഇപ്പൊ സമയത്ത് ഇപ്പം പ്രൊജക്ട് മാനേജ്മെന്റിനെ സംബന്ധിച്ച് കോസ്റ്റ് അല്ലെങ്കിൽ ടൈം, ക്വാളിറ്റി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് സമയം കൂടെ എടുത്താൽ അത് ഒരു ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാം, ഏറ്റവും ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യുക എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് ഈ ബിൽഡോണിന്റെ എൻ്റെ ടീം വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ നമുക്ക് അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ കുറവാണ്. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളിത് എൻജോയ് ചെയ്യുന്നവരാണ്. പ്രൊജക്റ്റുകൾ ചെയ്യണം, വിൽക്കണം, അതൊക്കെ ശരിയാണ്. ആൾക്കാർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. പക്ഷെ ആൾക്കാരതിനകത്ത് നല്ല കമ്മ്യൂണിറ്റി ആയിട്ട് ആൾക്കാരെ ജീവിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആ ഡിസൈൻസ് ഒക്കെ ഇപ്പം നമ്മുടെ പ്രോജക്റ്റ് ഡിസൈൻസ് ഒക്കെ നമ്മൾ ഇവൻ ഹാൻഡ് ഓവറിന് ശേഷവും നമ്മൾ എൻജോയ് ചെയ്യുന്നവരാണ്. അപ്പം നമ്മുടെ ടീമിനോട് പറയുന്നത് തന്നെ ഓരോ വീടും നമ്മുടേതായിട്ട് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലും താമസിക്കട്ടെ, ആര് താമസിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടേതാണ് എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഓരോ ബിൽഡിങ്ങുകളും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആൾക്കാർ നമ്മളത് ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടേതാണെങ്കിൽ അങ്ങനെ ഏതാണോ നമ്മുടെ എന്നുള്ള ഫീല്. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റുകളെ കാണുന്നതൊക്കെ അങ്ങനെ വീട് അസോസിയേഷന് പ്രൊജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ടോ നമ്മൾ വീണ്ടും അതിൻ്റെ ഭംഗികളും ഒക്കെ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ അതിനകത്തിട്ട് ആ എഫേർട്ടുകളെ പറ്റി നമ്മൾ ആലോചിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് അതിനെ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിത് ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ഫുൾ ടൈം ഇതിനകത്ത് എൻഗേജ്ഡ് ആണ്. അപ്പം ഫുൾ ടൈം എൻഗേജ്ഡ് എന്ന് പറയുമ്പം ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഫുൾ ടൈം ജോലി ചെയ്യാൻ പോകുന്ന എന്നുള്ള ഫീലൊന്നുമില്ല. നമ്മളത് അത്രത്തോളം നമ്മുടെ ഒരു പാഷൻ അത്രത്തോളം എൻജോയ് ചെയ്താണ് നമ്മളിതിൻ്റെ വർക്കുകളൊക്കെ ഇൻവോൾവ് ആയത്. അത് ബിൽഡോണിനെ സംബന്ധിച്ച് നമുക്ക് ഇത്രയധികം പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് വിറ്റെടുക്കാനും അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ ഡിസൈൻസുകളൊക്കെ ഇഷ്ടപ്പെടുന്നതിന് ഒരു മേജർ റീസൺ നമ്മുടെ ഈ ഒരു എന്താ പറയുക ഒരു അൺകണ്ടീഷണഡ് ആയിട്ടുള്ള ഇതിനു വേണ്ടിയുള്ള എഫേർട്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇപ്പം നമ്മൾ ഈ കണ്ടംപററിയിൽ തന്നെ നമ്മളുടെ ഡിസൈൻസ് കുറേ കൂടി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ദി വേവ് കാസ്റ്റിൽ എന്ന് പറഞ്ഞ ഈ പ്രൊജക്റ്റ് പോലും അതൊരു കണ്ടംപററി ഡിസൈൻ ആണ്. പക്ഷെ അതിൽ കുറേ എന്താ പറയുക വെറൈറ്റി ആയിട്ടുള്ള കുറേ എലമെന്റ്സ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആ ഒരു ഡിസൈനിൽ ആക്ച്വലി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. അതിനി മുന്നോട്ടും പുതിയ വെറൈറ്റി പുതിയ കോൺസെപ്റ്റ്സ് കൊണ്ടുവരാൻ പറ്റട്ടെ. ഇപ്പോൾ പ്രൊജക്റ്റുകൾ വൺസ് നമ്മൾ ബ്രോഷേഴ്സ് ഡിസൈൻസ് ഒക്കെ ആയതിനു ശേഷവും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് വരുത്തണം ആസ് പെർ ദ റൂൾ അനുസരിച്ച് എല്ലാ കസ്റ്റമറോടും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ അങ്ങനെ പോലും ചെയ്യാറുണ്ട്. അതിലും ഭംഗിയായിട്ട് ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനോടും നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടി പറഞ്ഞിട്ട് നമ്മളത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അവരുടെ നല്ല ഫീഡ്ബാക്കാണ് വരുന്നത്. നമ്മൾ അങ്ങനെ പോലും മാറ്റി ചെയ്യാറുണ്ട്. ഇനി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം സാർ ഇത്രയും പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് നമുക്കറിയാം എല്ലാ ലീഗലും കാര്യങ്ങളും ഒക്കെ പക്കയാക്കിയിട്ടാണ് ചെയ്യാന്നുള്ളത്. എന്നാലും നമ്മുടെ ഇതൊരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലീഗൽ സൈഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ എല്ലാ പ്രൊജക്റ്റുകളും റെറ അപ്രൂവ്ഡ് പ്രൊജക്റ്റുകളാണ്. ഇപ്പോൾ റെറയെ നമ്മൾ കാണുന്നത് ഇത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് റെറ എന്നുള്ളതിനെ നമ്മളൊക്കെ കാണുന്നത്. കാരണം കസ്റ്റമറിനെ സംബന്ധിച്ച് ഏറ്റവും സുതാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അവർക്ക് യാതൊരു കൺസേൺസോ പേടിയോ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഒരു ബിൽഡറിനെ സംബന്ധിച്ച് ഒരു ലീഗൽ അതിപ്പോൾ ലാൻഡ് ആയിക്കോട്ടെ, മറ്റ് ലോക്കൽ ബോഡിയിൽ നിന്ന് കിട്ടുന്ന അപ്രൂവൽ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ലീഗൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ ഈ ലീഗൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒരു ബിൽഡറിനെ സംബന്ധിച്ച് റെറയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തിട്ട് റെറ അത് വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊജക്റ്റിന് റെറയുടെ അപ്രൂവൽ കിട്ടുള്ളൂ. ഈ പേപ്പേഴ്സ് എല്ലാം നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ നമ്മൾ റെറയിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലാൻഡുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മളിലുണ്ടോ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഏതൊരാൾക്കും ഡൗൺലോഡ് ചെയ്ത് വെരിഫൈ ചെയ്യാം.
അതിന് നമ്മൾ ലീഗൽ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ കസ്റ്റമറിനെ സംബന്ധിച്ച് വളരെ സുതാര്യമായിട്ട് ട്രാൻസ്പെറന്റ് ആണല്ലോ, വളരെ ട്രാൻസ്പെറന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട്, കസ്റ്റമേഴ്സ് നമുക്ക് പേയ്മെന്റ് തരുന്നു. ഈ പേയ്മെന്റ് റെറയുടെ എസ്ക്രോ അക്കൗണ്ടിലാണുള്ളത്. ഒരു ബിൽഡർ നമുക്ക് നല്ല ഒരു ബിൽഡറിന് അത് എടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ വർക്കിന്റെ പ്രോഗ്രസും കംപ്ലീഷനും ഒക്കെ ചാർട്ടർ അക്കൗണ്ടന്റും ആർക്കിടെക്റ്റും ഒക്കെ ഓഡിറ്റ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ബാങ്കിന് കൊടുത്തെങ്കിൽ മാത്രമേ ബാങ്ക് ആ പേയ്മെന്റ് തരൂ. അപ്പം റെറ എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ലതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മുടെ ബാങ്ക് അപ്രൂവൽസ് ഏതൊക്കെയാണ് സാറേ വരുന്നത്? HDFC SBI ഒക്കെ അപ്രൂവ്ഡ് ആണ്. നമ്മുടെ വേവിക്കാസിലൊക്കെ HDFC ഒക്കെ ഓൾറെഡി അപ്രൂവ്ഡ് ആണ്. SBI ഒക്കെ പല ലോണിലും ഓൾറെഡി അതിനകത്ത് ചെയ്തു. പിന്നെ നമുക്ക് ഈ ഒരു ലാൻഡ്, അത് നമുക്ക് ഒറിജിനൽ ലാൻഡ് അല്ലേ വരുന്നത്? അതെ, തീർച്ചയായിട്ടും. ഇത് ശരിക്കും ഒരു ഹില്ലാണ്. നല്ല ആ ഹില്ല ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് അതിന്റെ ആർക്കിടെക്ചർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായും ഒറിജിനൽ ലാൻഡാണ്. ഓക്കെ, ഫ്ലഡ് എഫക്റ്റഡ് അങ്ങനത്തെ ഫ്ലഡ് എഫക്റ്റഡ് ഒന്നും ഡിസ്കഷൻ ഈ കാക്കനാടിനെയും പള്ളിക്കരെയും സംബന്ധിച്ച് അങ്ങനെ ഡിസ്കഷൻ തന്നെ ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ലത്. അത്രയും നല്ലൊരു ഒറിജിനൽ ലാൻഡ്, അത്രയും നല്ല ഒറിജിനൽ ലാൻഡാണ്. അത്രയും വ്യൂ, ഞാൻ വൈഡ് ഓപ്പൺ വ്യൂ ഉള്ള ഹിൽ ഏരിയ. പിന്നെ നമുക്ക് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സാർ ഇപ്പോൾ ഒത്തിരി വില്ലകൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടല്ലോ. സാർ തന്നെ പറഞ്ഞല്ലോ, റെറയിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡാറ്റയൊക്കെ സാർ പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സോ അങ്ങനത്തെ കാര്യങ്ങളോ റെറയിൽ ഉണ്ടോ? ഇല്ല, അത് ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഒരു കസ്റ്റമറുമായി ബന്ധപ്പെട്ട് നമുക്ക് റെറയിൽ നിന്നല്ല എവിടെ ഒരു കംപ്ലൈൻറ്റുകളും ഇല്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ ആശയപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് വർക്കുകൾ ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് പല സമയങ്ങളിൽ. പക്ഷേ നമ്മൾ അതിനെല്ലാം സെറ്റിൽ ചെയ്യും. ഒരു വീട് കൊടുക്കുന്ന സമയത്ത്, ഒരാൾക്ക് കീ ഹാൻഡ് പറയുന്ന സമയത്ത് നമ്മളുമായിട്ട് തർക്കത്തിലോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലായ്മ ഉള്ള ഒരു കസ്റ്റമേഴ്സും ഉണ്ടാവില്ല. അത് അവിടെ നിന്ന് തൊട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഈ വർക്കിനെ പറ്റിയുള്ള ആൾക്കാരുടെ കൺസേൺസ് കൊണ്ടോ എക്സ്പീരിയൻസ് ഇല്ലായ്മ കൊണ്ടോ ഒക്കെ പല ചോദ്യങ്ങളും പർച്ചകളും ഒക്കെ ഉണ്ടാകും. നമ്മൾ അതിനൊക്കെ സെറ്റിൽ ചെയ്യാറുണ്ട്. അവരെന്താണ്, അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചുള്ള സജഷൻസും ഒക്കെ അവർക്ക് കൊടുക്കാറുണ്ട്. ഫിനിഷ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവാറുണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഫിനിഷ് ചെയ്ത് അവിടെ താമസിക്കുന്ന കാലഘട്ടങ്ങളിൽ അവർക്കത് മനസ്സിലാവാറുണ്ട്, അതായത് ശരി എന്നുള്ളത് മനസ്സിലാവാറുണ്ട്. നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു എക്സിസ്റ്റിംഗ് ക്ലയൻസ് ആയിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? വില്ലയുടെ അസോസിയേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് വളരെ നല്ല ബന്ധങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാം ഈ കമ്മ്യൂണിറ്റി ആയി കഴിയുമ്പോൾ, കമ്മ്യൂണിറ്റി ലിവിംഗ് ആയി കഴിയുമ്പോൾ ഇവരെല്ലാം ആഘോഷങ്ങളൊക്കെ നടത്തുന്നതാണ്. ഓണവും ക്രിസ്മസും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്. ഈ ഫംഗ്ഷൻസ് ഒക്കെ നമ്മളെയും വിളിക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പല മെയിൻ്റെനൻസ് ആക്ടിവിറ്റീസ് നമുക്കാകുമ്പോൾ സ്ഥിരമായിട്ട് വർക്കേഴ്സും അതിന്റെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ്റെനൻസും കാര്യങ്ങൾ എന്ത് വന്നാലും നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ എല്ലാ അസോസിയേഷനായിട്ട് നമുക്ക് വളരെ നല്ല ബന്ധങ്ങളാണ്. പുതിയ പ്രോജക്റ്റുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഈ അസോസിയേഷനുകളൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ കസ്റ്റമേഴ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് ധാരാളം റെഫറൻസുകൾ തന്നു പോകുന്നത്. അല്ലേ? പിന്നെയുണ്ടല്ലോ സാറേ, ശരിക്കും പറഞ്ഞപ്പോൾ സാർ ഒരു കോർപ്പറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ബിൽഡർ ആയ ഒരാളാണ്. അപ്പോൾ 15 വർഷം അവിടെ ഇരുന്നിട്ട് പിന്നെ ഒരു ബിൽഡർ ആയപ്പോൾ എന്തൊക്കെ ശരിക്കും അതിനൊരു ബെനിഫിറ്റ് സാറിന് തോന്നിയിട്ടുള്ളത്? തീർച്ചയായിട്ടും ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മേജർ വർക്ക് ചെയ്ത MNC-കളാണ്. ഇവിടെയാണെങ്കിലും പുറത്തൊക്കെയാണെങ്കിലും MNC-കളാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പം നമ്മളിപ്പം 189 യൂണിറ്റ്സ് ആണ്, ഇൻഡിവിജ്വൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് വില്ലകളാണ് നമ്മളിപ്പം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ മെഷർമെൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ കസ്റ്റമൈസേഷൻ അലോ ചെയ്യുന്നുണ്ട്, വാസ്തു ഒക്കെ കറക്റ്റ് ചെയ്ത് പല മെഷർമെൻറ്റുകളാണ്. എനിക്കൊന്ന് ഒരു പക്ഷേ ഇത്ര അപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ എഫോർട്ടാണ് ഇത്രയും വീടുകൾ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള പ്രോസസ്സും സിസ്റ്റവും ഞങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ട്. അത് MNC-കളുടെ കൾച്ചറിൽ നിന്ന് വന്നുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പം ഒരു എൻക്വയറി കിട്ടുന്നിടം മുതൽ ഒരു വില്ല ഹാൻഡ് ഓവർ ചെയ്യുന്നിടം വരെയുള്ള ആ ഒരു പ്രോസസ്സ് അതിനെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചെക്ക് ലിസ്റ്റുകൾ, ഒരുപാട് ചെക്ക് ലിസ്റ്റ്, കൺസ്ട്രക്ഷൻ്റെ ഫേസിലൊക്കെ ഒരുപാട് ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റുകളിലൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തിട്ടാണ് ഓരോ ലെവലിൽ അപ്രൂവൽ ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ QC ടീം ഉണ്ട് നമുക്ക്. ആ QC ടീം റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തന്നെയാണ്. ഇപ്പോഴും QC റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും യൂണിറ്റുകൾ നടക്കുന്നെങ്കിൽ നമ്മൾ ശരിക്കും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറയുന്ന സിസ്റ്റവും പ്രോസസ്സും കൃത്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു ഇന്റേണൽ ഓഡിറ്റ് ടീമിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്രോസസ്സുകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ഓഡിറ്റ് ടീമാണ് കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഇത് ശരിക്കും നമുക്ക് എംപ്ലോയീസിനിടയിലൊക്കെ ഇത്തരം പ്രോസസ് സിസ്റ്റം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ആൾക്കാർക്ക് ഇതൊരു പുതിയ കൺസെപ്റ്റ് ആയതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് ഇതിനെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയങ്ങളൊക്കെ ഇതിന് കളയുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ. പക്ഷേ ഇത് വൺസ് ഇതിൻ്റെ ബെനിഫിറ്റ്സുകൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മിസ്റ്റേക്സുകൾ കുറയ്ക്കാൻ പറ്റും. ഒരു ഇഷ്യൂ അല്ലെങ്കിൽ മിസ്റ്റേക്സ് സംഭവിച്ചു എന്നിരിക്കട്ടെ എന്തെങ്കിലും, അത് വീണ്ടും അപ്പോൾ നമ്മുടെ ചെക്ക് ലിസ്റ്റിലേക്ക് ആ ഇഷ്യൂ വീണ്ടും നമ്മളത് വെരിഫൈ ചെയ്യണം, അത് ചെക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ ഇഷ്യൂ വീണ്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു നമ്മൾ 8 years ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. അപ്പോൾ 8 years ആയിട്ടുള്ള നമ്മുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഒക്കെ എന്താ വെച്ചാൽ നമ്മുടെ ഈ ചെക്ക് ലിസ്റ്റുകളിലും നമ്മുടെ സിസ്റ്റത്തിലും ഉണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന എംപ്ലോയിയെ സംബന്ധിച്ചും ടീമിലേക്ക് വരുന്ന പുതിയതായിട്ട് വരുന്ന ആളെ സംബന്ധിച്ചും ഈ സിസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് വെൽ ഡോക്യുമെന്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഓഡിറ്റ് ടീം ഉള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാവരും കീപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഓഡിറ്റിൽ ഒബ്ജക്ഷൻ വരാൻ പാടില്ല. എവറി വീക്ക് ഓഡിറ്റ് നടക്കും, മന്ത്ലി ഓഡിറ്റ് നടക്കും. ഇതുകൂടെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് കമ്പനിക്കകത്ത് നടക്കാറുണ്ട്. അപ്പോൾ ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ എനിക്ക് MNC-കളുടെ കൾച്ചർ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ
നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിയലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരുപാട് പേർക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ് ബിൽഡേഴ്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയൊരാള് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ എന്തെങ്കിലും സാറിന് സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടോ അവരുടെ അടുത്ത്? പറയാനുണ്ട് തീർച്ചയായിട്ടും. അപ്പം നമ്മളൊക്കെ വന്നൊരു ജേണി നോക്കുകയാണെങ്കിൽ ഇപ്പം റിയൽ എസ്റ്റേറ്റിലോട്ട് പുതിയതായിട്ട് ഇപ്പോൾ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒരുപാട് ബില്യനേഴ്സിനെ റിയൽ എസ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരുപാട് ബില്യനേഴ്സ് ചെയ്യുന്നൊരു ബിസിനസ്സാണ് റിയൽ എസ്റ്റേറ്റ്. അവർ സൈഡായിട്ട് റിയൽ എസ്റ്റേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാരെ ഇപ്പം റിയൽ എസ്റ്റേറ്റിനകത്ത് ബിൽഡർ മാത്രമല്ലല്ലോ വെർട്ടിക്കൽ, വേറെ ഒരുപാടുണ്ട്. അപ്പം ഇതിനകത്ത് ആൾക്കാർ എപ്പോഴും ബാക്കിലേക്ക് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു ഫണ്ടിങ്, വലിയ ഫണ്ടിങ് വേണ്ടി വരും എന്നുള്ള സിറ്റുവേഷൻസ് കൊണ്ടാണ് ആൾക്കാർ ഇതിലേക്ക് പുതിയതായിട്ട് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു മൈൻഡ് സെറ്റ് പ്രശ്നമാണെന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മളയാളുടെ ഫണ്ടിങ് ചോദിക്കാം. നമ്മളയാളുടെ ഫണ്ടിങ് ചോദിക്കുമ്പം നമ്മളയാളുടെ ഫണ്ട് ചോദിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അയാളുടെ കടം ചോദിക്കുന്നതായിട്ടോ എന്നൊരു ഫീലിലാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. നേരെ സംബന്ധിച്ച് നമ്മൾ ഒരു റിട്ടേൺ ഇന്ന പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ്, ഇന്ന പ്രൊജക്റ്റിന് ഇന്ന മാർക്കറ്റ് സ്റ്റഡിയെ ബേസ് ചെയ്താണ്, ഡിമാൻഡ്സുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന പ്രൊജക്റ്റിൽ എത്തിയത്. അങ്ങനെ ഒരു കൃത്യമായ പ്രൊജക്റ്റും പ്ലാനും റിപ്പോർട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഫണ്ട് ചോദിക്കുന്നു എന്നുള്ളതല്ല അവിടെ. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ നമ്മൾ അവർക്ക് ഫണ്ട് കൊടുക്കുന്നു, ഫണ്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതിനുവേണ്ടിയുള്ള വർക്കൗട്ടുകളും സ്റ്റഡിയും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാരെ നമുക്ക് അപ്രോച്ച് ചെയ്യുന്നതിനകത്തോ ഫണ്ടുകൾ കിട്ടുന്നതിനകത്തോ ഇതിനകത്ത് ഡിഫിക്കൽട്ടീസ് ഇല്ല. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയെടുത്താൽ ആൾക്കാർ തീർച്ചയായിട്ടും ഇതിലേക്ക് വരണം. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് എംപ്ലോയ്മെന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുണ്ടല്ലോ സാർ, ഇപ്പം നമ്മളുടെ എവിടെയൊക്കെ നമ്മുടെ മേജർ ഓപ്പറേഷൻസ് വരുന്നുണ്ട്? നമുക്ക് കൊച്ചി, ട്രിവാൻഡ്രമാണ്. കൊച്ചിയിൽ ഇപ്പം ആലുവയുണ്ട്. കൊച്ചി ഇൻഫോ പാർക്കിനും ടെക്നോ പാർക്കിനോടും സറൗണ്ടിങ്സിലാണ് നമുക്ക് പ്രൊജക്ട് കൂടുതൽ നടക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ആലുവ പ്രൊജക്ട് ഉണ്ട്. ആലുവയിൽ ഒരു ഓൺഗോയിങ് വില്ല പോയിട്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് സ്റ്റേജിലാണ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ദുബായ് നമുക്ക് സെയിൽസ് ഓഫീസ് ഉണ്ട്. ഇപ്പോൾ വേറെ ഓപ്പറേഷൻസ് ഒന്നും ഇല്ല, കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളില്ല അവിടെ. പക്ഷേ സെയിൽസ്, ഇവിടുത്തെ സെയിൽസ് മേജർ നടക്കുന്ന യു എ നിന്നാണ്. അപ്പോൾ യു എ ഓഫീസിനാണ് നമ്മൾ GCCയിലുള്ള മറ്റ് രാജ്യങ്ങളോടുള്ള സെയിൽസുകളെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്ന യു എ ഓഫീസ് എന്നിട്ടാണ്. അപ്പോൾ സാർ ഒരുപാട് സന്തോഷം. എനിക്കറിയാം സാറ് നല്ല ബിസി ആയിട്ടുള്ളൊരു ആളാണ്. അപ്പം ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രോജക്റ്റാണ് നമ്മുടെ ദി വെയ്റ്റ് കാസിൽ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റേജ് വരുമ്പോൾ, ഇപ്പം വെരി ലോഞ്ചിങ് സ്റ്റേജ് ആണ്. അപ്പോൾ കുറച്ച് വീടുകളൊക്കെ ആയി നമുക്ക് ഒരു വ്ളോഗും കൂടെ ചെയ്യാം. അടുത്ത വ്ളോഗും നമ്മുടെ തന്നെ ട്രിവാൻഡ്രത്തുള്ള ദി ആർട്ടിൽ എന്ന് പറഞ്ഞ വില്ല പ്രോജക്റ്റ് ആണ്. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ കണ്ടു. നല്ല അമേസിംഗ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഒരു ഹില്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യൂ ഉള്ളൊരു ലൊക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വ്ളോഗിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല പ്രോജക്ട്സ് ആയിട്ട് ബിൽഡോൺ എന്ന് പറഞ്ഞ ആ ഒരു ബിൽഡറായിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ബിൽഡോണിനെ സംബന്ധിച്ച് ബിൽഡോണിൻ്റെ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് ടേൺ ഓവറിൽ എനിക്ക് തോന്നുന്നൊരു 30-40% എവറി ഇയർ നമുക്ക് ടേൺ ഓവറിൽ ഗ്രോത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടീം, നല്ലൊരു ഇത്രയും വില്ലകൾ മാനേജ് ചെയ്യുന്നുണ്ട്. റിസോഴ്സ് നമുക്ക് നല്ലതായിട്ട് റിസോഴ്സുകൾ വേണ്ടി വരുന്നുണ്ട്. നല്ലൊരു ടീം നമുക്ക് ഉണ്ട്. അത് ഒരു മേജർ എഞ്ചിനീയേഴ്സ് തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. 2025 എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനുകൾ വരുന്നത്? ട്രിവാൻഡ്രത്ത് പുതിയ 2 പ്രൊജക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. കഴക്കൂട്ടത്തും ആക്കുളത്തുമായിട്ട് 2 പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ കൊച്ചിയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഇനി ഹൈറേസിലോട്ടാണ്. കാക്കനാട് നമ്മുടെ ഒരു ഹൈറേസ് ബിൽഡിങ്ങുകൾ അത് ഈ 2025 തന്നെ നമുക്ക് അതും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ്. അതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ പ്ലാൻ. പിന്നെ കോഴിക്കോട് ഒരു വില്ല പ്രൊജക്ട് നമ്മുടെ പ്ലാനിലുണ്ട്. അക്രോസ് കേരള എന്നുള്ളതാണ്. അല്ല, അങ്ങനെ വരണം, എന്നാലാണ് നമുക്ക് ഇങ്ങനെ വ്ളോഗ്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാനുകൾ. അതൊക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ ആർട്ടിലിന്റെ വിശേഷങ്ങളായിട്ട് ഇരിക്കാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിമി. താങ്ക് യു ഫോർ യുവർ ടൈം.